ഷിയാ സൽമാൻ കുട്ടികൾ നമ്മളെല്ലാവരുമേ പള്ളിയിൽ ഉലുവാക്കഞ്ഞി കുടിച്ചിട്ടല്ലേ ഉള്ളൂ. ഉലുവാക്കഞ്ഞി വെക്കുന്ന എങ്ങനെയാണ് നമ്മൾ കണ്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഉലുവാക്കഞ്ഞി വെക്കുന്ന എങ്ങനെ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കേട്ടോ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പം ബാക്കി നമുക്ക് കാണാം. ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം കേട്ടോ. കേട്ടോ, വെളുത്തുള്ളി, ചെറുജീരകം, ഉലുവ, ദാശാളി, ഉപ്പ്, ചുവന്നുള്ളി വേണം, തേങ്ങ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെയിൻ സാധനമാണേ പച്ചരി. അപ്പോൾ ആദ്യം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ജീരകം, അടുത്ത വെളുത്തുള്ളി കേട്ടോ. ആശാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇടുന്ന കാണാം കേട്ടോ. അരി ഇട്ടാക്കാം. നാസറിന് ഇപ്പോൾ ഇത് എത്ര കിലോ അരിയാണ് നാസറിൻ്റെ മൊത്തം? 30 കിലോ അരിയുടെ കഞ്ഞിയാ അല്ലേ? അപ്പോൾ അരി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ നാസറിന് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. താളിക്കാൻ ആവശ്യമായ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കലക്കി വേണം ചേർക്കാനേ, അല്ലെ കട്ട പിടിച്ച് പോവും. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ശരിക്കും അങ്ങോട്ട് ഇളക്കി കൊടുക്കും. ഉലുവാക്കഞ്ഞിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സാധനം ചേർക്കുന്നത് കേട്ടോ, തേങ്ങ അരച്ചത്. അതുകൂടെ വന്നാലേ ഇത് പൂർണ്ണമാക്കുള്ളൂ കേട്ടോ. നാസറിന് എത്ര തേങ്ങ ഉണ്ട് നാസറിന്? ഇത് 25 തേങ്ങ. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും നല്ല നാടൻ കരിയാപ്പിലയും കൂടി കൂട്ടി താളി ചൂറ്റി കഴിയുമ്പോൾ നമ്മുടെ ഉലുവാക്കഞ്ഞിയുടെ പണി കണ്ടോ ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഇതുപോലെ ഒന്ന് ഇരുത്തി ഒന്ന് ഇളക്കി കൊടുത്താൽ ഉലുവാക്കഞ്ഞിയുടെ പരിപാടി കഴിഞ്ഞു. ഇതാണ് വൈകുന്നേരങ്ങളിൽ നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ സ്വാദോടെ കഴിക്കുന്ന ഉലുവാക്കഞ്ഞി കേട്ടോ. ഞാനും ഉലുവാക്കഞ്ഞി ഉണ്ടാക്കുന്ന കണ്ടില്ലെന്ന് പറഞ്ഞേക്കില്ലേ. അപ്പം നമ്മുടെ കൂട്ടിക്ക് മുഹീദ്ദീൻ ജുമാ മസ്ജിദിലെ രുചികരമായ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കുന്ന ആളെ നമുക്ക് പരിചയപ്പെടാം. നാസറിനെ അസ്സലാമു അലൈക്കും. നാസറിനെ എത്ര വർഷമായി ഇപ്പം കഞ്ഞി വെക്കാൻ തുടങ്ങിയിട്ട്? 5-6 വർഷമായി അല്ലേ? അപ്പം നിങ്ങൾ ഇനിയിപ്പം മുന്നോട്ട് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ രുചികരമായ കഞ്ഞി നോമ്പ് തുറക്കാൻ ആൾക്കാരെ കൊണ്ടുപോയി കിടക്കാൻ പടച്ച തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സിനോട് ഞങ്ങൾ ദുആ ചെയ്യും. അപ്പം കണ്ടല്ലോ
എല്ലാവരും നമ്മുടെ കൂട്ടിക്ക മുഹിദ്ദീൻ ജമാഅത്തിൽ ഉരുവാക്കഞ്ഞി ഉണ്ടാക്കുന്ന മുത്ത കേട്ടോ. അസ്സലാമു അലൈക്കും.